മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന കർഷക ദിനം മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ണിൽ പണിയെടുത്ത് വിയർപ്പൊഴുക്കി അത്യധ്വാനം ചെയ്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ലഭ്യമാക്കി തരുന്ന കർഷകന് മതിയായ പ്രതിഫലം കിട്ടുന്നില്ല. ആ പദാർത്ഥങ്ങളെ അസംസ്കൃത പദാർത്ഥങ്ങളാക്കി വലിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കുന്ന വൻകിടക്കാർക്കുള്ള ലാഭം. ഇതിന് മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നിയമസഭയിൽ ഞാൻ കൂടി ഇടപെട്ടിട്ടാണ് കർഷക ക്ഷേമനിധി ബില്ല് കൊണ്ടുവന്നപ്പോൾ അവകാശ ലാഭം എന്നൊരാശയം, അതായത് വൻകിടക്കാർ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ കാർഷിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അസംസ്കൃത പദാർത്ഥമാക്കി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്നതിന്റെ ഒരു വിഹിതം കർഷകർ കൊടുക്കണം എന്ന ആശയമാണ് അവകാശ ലാഭം. അതിനെ നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ നടപ്പിലാക്കാൻ നമുക്ക് ഇതിനായിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. പല രൂപത്തിലും കർഷകന് പ്രതിഫലമില്ല, സുരക്ഷയില്ല. അവൻ വളരെ സാഹസികമായി പണിയെടുക്കുന്നിടത്ത് വേണ്ട രൂപത്തിൽ അവനെ അംഗീകരിക്കാൻ പൊതുസമൂഹത്തിന് കഴിയുന്നില്ല. ഇനി നാട്ടുകാരുടെ മനോഭാവം, നമ്മുടെ വീട്ടിൽ ഒരു കല്യാണാലോചനയിൽ പയ്യൻ നല്ല പയ്യന, അപ്പൻ എന്താ ജോലി? എഞ്ചിനീയറാണോ? അല്ല. ഡോക്ടറാണോ? അല്ല. ഗൾഫിലാണോ? അല്ല. പിന്നെന്താ ജോലി? കൃഷിക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്നല്ലേ പറയുള്ളൂ. അതാണ് കർഷകർക്ക് കൊടുക്കുന്ന മാന്യത. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ S അധ്യക്ഷത വഹിച്ചു. നമ്മൾ എല്ലാ വർഷവും കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ മികച്ച കർഷകരെ ആദരിക്കാറുണ്ട്. നമ്മൾ എല്ലാവരും മിക്കവരും കൃഷി ചെയ്യുന്നവരുടെ മികച്ച കർഷകർ തന്നെയാണ്. എങ്കിലും അവരിൽ നിന്നുമാണ് നമ്മൾ ഒരു സംഘം പോയി കൃഷി സ്ഥലങ്ങൾ സന്ദർശിച്ചാണ് നമ്മൾ ഇവരെ ആദരിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അതിര് കാക്കുന്ന യോദ്ധാവും അതിര് കാക്കുന്ന കർഷകരും നമ്മുടെ നാടിന്റെ അഭിമാനികളാണ്. അവരെ നമ്മൾ അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യമാണ്. എങ്കിലും നമുക്ക് കൃഷിക്കാർക്ക് വേണ്ടുന്ന പരിഗണന എവിടുന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വരും തലമുറയൊക്കെ ആണെങ്കിൽ കൃഷി ചെയ്യാനുള്ള കാര്യങ്ങൾ ഒട്ടും കൃഷി എന്താണെന്ന് പോലും അറിയാത്ത ഒരു തലമുറയാണ് എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിന്റെ നിർദ്ദേശം പ്രകാരം കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ സ്കൂളിലും ജൈവ പച്ചക്കറി കൃഷി തോട്ടം സജ്ജമാക്കിയിട്ടുള്ളത്. തുടർന്ന് കർഷകരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേരിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത കുര്യാക്കോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി പണിക്കമുറി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതു ജി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈല അലക്സാണ്ടർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജി ഡേവിഡ്, പ്രകാശ് കുമാർ വടക്കേമുറി, ബിജു പുറത്തൂടൻ, റോസമ്മ എബ്രഹാം, സുരേഷ് ബാബു പാലാഴി, ഷാൻഡി ജേക്കബ്, മനീഷ് കൃഷ്ണൻകുട്ടി, രോഹിണി ജോസ്, ബിന്ദു മേരി തോമസ് എന്നിവർ പ്രസംഗിച്ചു.